യെസ്, നിങ്ങളെല്ലാം കണ്ടെത്ര വേക്കൻസിയാണ് ഈ പറഞ്ഞ റെയിൽവേയിൽ നിങ്ങൾ നോക്കിയപ്പോൾ കണ്ട വേക്കൻസി 678. ഇനി ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ എത്രയാ? അത് ഈ പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ അതുകൂടെ അറിയണമല്ലോ. അത് പറഞ്ഞുതരാം. ഈ പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണുള്ളത്? എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ? എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? ഈ പറഞ്ഞ റെയിൽവേയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? എനിവൺ ആർക്കെ അറിയാമോ? GNM പ്ലസ് 2 വർഷം, GNM പ്ലസ് 2 വർഷം അല്ലെങ്കിൽ BSCയോ അതോ ഈ പറയും MSc ആയാലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ വാക്കൻസി എടുത്ത് നോക്കുമ്പോൾ അവിടെ എത്രയുണ്ട്? 678 വേക്കൻസി ഉണ്ടല്ലേ. RRB സ്റ്റാഫ് നേഴ്സ് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. 678 വേക്കൻസി ഉണ്ട്. ശരിയാണോ? ഉണ്ട്. 678 വേക്കൻസി ഉണ്ട്. ഇനി അറിയേണ്ട കാര്യം അവിടെ എത്ര എക്സാം ഫീസ് എത്രയാ? സാധാരണ ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ അവിടെ എത്ര ഫീസ്? 500 അല്ലേ. സാധാരണ ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ ഫീസ് 500. ഇനി പറഞ്ഞ SC ST ആൻഡ് PWD ആൻഡ് എക്സൈസ് ഒക്കെ ആണെങ്കിൽ ആൻഡ് വുമൺ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എത്രയുണ്ട്? 250 അല്ലേ? 250. അത് ഈ പറഞ്ഞ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ അക്കൗണ്ടിലോട്ട് വരുമോ? അത് ഈ പറഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ വരും. ആ പൈസ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. ശരിയല്ലേ? പൈസ തിരിച്ചു വരും. സോ ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കുമ്പോൾ, എടുത്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ലേ. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷെ കേരള PCയിലോട്ട് വരുമ്പോൾ, നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ എന്താ സാധാരണ ഒരു എക്സാം ആണെങ്കിൽ എന്താ ഇറ്റ് ഇസ് OMR അല്ലേ. നമ്മുടെ കേരള എക്സാം എടുത്ത് നോക്കുമ്പോൾ സാധാരണ നിങ്ങൾ എപ്പോഴും എഴുതിയിട്ടുള്ള ഒരു എക്സാം ഇസ് OMR ആണ്. പക്ഷെ ഇതെന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇനി അറിയേണ്ട കാര്യം, എത്ര സമയം കിട്ടും? ഈ പറഞ്ഞ എക്സാം എഴുതാൻ വേണ്ടി എത്ര സമയമാ കിട്ടുന്നത്? 90 മിനിറ്റ് അല്ലേ. ടോട്ടൽ എത്ര സമയം കിട്ടും? 90 മിനിറ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത് അല്ലേ. 90 മിനിറ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നത്. ഇപ്പൊ പലരും നോക്കും, സാർ എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്ത? അത് ഞാൻ ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ട് തുടങ്ങും കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ്. ഓക്കെ ആണോ? അത് പറഞ്ഞു തരണോ? ഞാൻ കേൾക്കണോ? എവിടെ കേൾക്കണം? എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് ജസ്റ്റ് കേട്ടിരുന്നു. ഒരു 90 മിനിറ്റുള്ള എക്സാം ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നഴ്സിംഗ് സബ്ജക്ട് എത്ര മാർക്കിന് കാണും? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നഴ്സിംഗ് സബ്ജക്ട് എത്ര മാർക്കിനാണുള്ളത്? എത്രയുണ്ടായിരിക്കും? എത്ര പെർസെന്റേജ്? അപ്രോക്സിമേറ്റ്ലി എത്ര കാണും? ഒരു 70 മാർക്കിന് ഉണ്ടായിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഒരു 70 മാർക്കിന് ഉണ്ടായിരിക്കും. ഒരു 70 മാർക്കല്ലേ? 70 മാർക്കല്ലേ? 70 ടോട്ടൽ 100ൽ എത്രയായിരിക്കും? ഒരു 70 ക്വസ്റ്റ്യൻ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്. ബാക്കി എന്തായിരിക്കും? ഈ പറഞ്ഞത് ബാക്കി 30 മാർക്ക് എന്തായിരിക്കും? ആ പറഞ്ഞത് 30 നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു 10 ഡിവൈഡ് ചെയ്യണം കേട്ടോ. ആ 30 മാർക്കിന് ഒരു 10 3ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിൽ ഒരു 10 മാർക്ക് എന്തായിരിക്കും? ഒരു 10 മാർക്ക് എന്തായിരിക്കും? ജനറൽ സയൻസ് അല്ലേ. ജനറൽ സയൻസ് ഒരു 10 മാർക്ക് അല്ലേ. ജനറൽ സയൻസ് 10 മാർക്കും ആൻഡ് ജനറൽ അവയർനെസ് ഉണ്ട് അല്ലേ. ആൻഡ് ജനറൽ അവയർനെസ് സംഭവം ഉണ്ട്, അത് 10 മാർക്കും. അവസാനത്തെ 10 മാർക്ക് എന്താ? റീസണിങ്ങും നിങ്ങൾ എല്ലാവരും പറഞ്ഞു തന്നത് ഇറ്റ് ഇസ് മാത്തമെറ്റിക്സ് അല്ലേ. റീസണിങ്ങും ആൻഡ് മാത്തമെറ്റിക്സും 10 മാർക്ക് അല്ലേ. അങ്ങനെ 10 മാർക്ക് എന്തായി? റീസണിങ്ങും ആൻഡ് മാത്തമെറ്റിക്സ് അതുമായി. ബാക്കി 10 എന്താ? ജനറൽ സയൻസ് ആയി. പിന്നെ അടുത്ത 10 എന്താ? ഇറ്റ് ഇസ് ജനറൽ അവയർനെസ്, GK പോലുള്ള ബാക്കി എല്ലാ കാര്യങ്ങൾ അവിടെ വരും. ഇങ്ങനെയാണ് ഈ ഒരു മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത്. ഇനി അറിയേണ്ട കാര്യം, ഇതിൽ ടോട്ടൽ എത്ര നെഗറ്റീവ് മാർക്ക് എത്രയാ? നമ്മൾ സാധാരണ കേരള PC പോലെയാണോ? ഇറ്റ്സ് 1/3 ആണോ? ആണല്ലേ.
ഇറ്റ്സ് 1/3 അല്ലേ സാധാരണ കേരള PSC എക്സാമിനെ പോലെ തന്നെ ഇറ്റ്സ് 1/3 തന്നെയാണ് ഇതിന്റെ നെഗറ്റീവ് മാർക്ക് വരുന്നതും. പിന്നെ ഈച്ച് ക്വസ്റ്റിന് 1 മാർക്കും, ഇനി ഈച്ച് ക്വസ്റ്റിന് 1 മാർക്കും. ഇവിടെ നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടെൻഷൻ വരാൻ പോകുന്ന കാര്യം അറിയാമോ? ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു ടെൻഷൻ. ഈ മറ്റേ OMR ആണെങ്കിൽ ഇപ്പോൾ എഴുതാം, പക്ഷെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോ ഇതിൽ കൂടെ ഒരു എന്തോ ഒരു ഇതല്ലേ. ശരിയല്ലേ? 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 യെസ്. പിന്നെ ഈ പറഞ്ഞ ദ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും അറിയാമല്ലോ. അതിനകത്ത് എന്തൊക്കെ വരും? എന്തൊക്കെ വരും പറഞ്ഞ ഓരോരുത്തരെ പറഞ്ഞേ. ഇപ്പൊ ഈ ക്ലാസ് ഇപ്പൊ തുടങ്ങും, അതിന്റെ മുമ്പ് പറഞ്ഞേ എന്തൊക്കെ വരും ഓരോരുത്തരെ പറഞ്ഞേ. കറണ്ട് അഫയേഴ്സ് ഉണ്ടോ? കറണ്ട് അഫയേഴ്സ് ഉണ്ടോ? കറണ്ട് അഫയേഴ്സ് ഉണ്ടോ അവിടെ? കറണ്ട് അഫയേഴ്സ് ഉണ്ടോ? കറണ്ട് അഫയേഴ്സ് ഉണ്ട് കണ്ടില്ലേ? ഇത് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. വേറെന്തുണ്ട്? വേറെന്തൊക്കെയുണ്ട്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഹിസ്റ്ററി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ പൊളിറ്റി അല്ലേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ദ പൊളിറ്റിക്സ് വരാറുണ്ട്, ആൻഡ് ദ ജനറൽ സയൻസ് വരാറുണ്ട്. ഇതെല്ലാം തന്നെ വരാറുണ്ട്. ഇത് കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ് ദ റീസണിങ് ആൻഡ് ദ മാത്സ് അല്ലേ. ഇത് കണക്കുകൾ, അവരിത് കണക്കുകൾ ആൻഡ് ദ അല്ലേ. ശരിയല്ലേ? പണ്ട് എപ്പോഴോ പഠിച്ചൊരു കാര്യമാണ്. ഇത് ദ ജനറൽ ഇന്റലിജൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അറിയേണ്ടത് കാര്യം ഇതിന്റെ പ്രായം എത്ര വേണം? ഏറ്റവും 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 കുറഞ്ഞ പ്രായം എത്ര വേണം? ഏറ്റവും മാക്സിമം ഏജ് എത്രയാ? ഏറ്റവും മാക്സിമം 40 അല്ലേ? ഏറ്റവും മാക്സിമം 40 അല്ലേ? 40. അതിൽ ഈ പറഞ്ഞ റിലാക്സേഷൻ വരുന്നുണ്ട് അല്ലെ. ഈ പറഞ്ഞ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. എത്രയാടേ? എത്ര? അത് പറഞ്ഞ എത്രയാ? എത്രയാ? ഇനിയോ ആർക്കും അറിയാം? എത്രയാ? 3 years അല്ലേ? 3 years അല്ലേ? 3 years അല്ലേ? 3 years അല്ലേ? ആണ് 3 years ആണ് വരുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നത്, ഇതിന്റെ എക്സാം സെന്റർ എവിടെയൊക്കെ ഉണ്ട്? എക്സാം സെന്റർ എവിടെയൊക്കെ ഉണ്ട്? ആർക്ക് പറയാം? ഇതിന് മുമ്പ് എക്സാം എഴുതിയവർക്ക് അറിയാം എവിടെയൊക്കെ ഉണ്ടായിരിക്കും. ട്രിവാൻഡ്രം ഉണ്ട്, വേറെ ട്രിവാൻഡ്രം ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോടുണ്ട്, ആലപ്പുഴ ഉണ്ട്, കോട്ടയം ഉണ്ട്. പറഞ്ഞേ പാലക്കാടുണ്ട്, കൊല്ലം ഉണ്ട്, ഇടുക്കി ഉണ്ട്. പറഞ്ഞേടെ എല്ലാവരും. തൃശ്ശൂർ. ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം നിങ്ങളെല്ലാം ഉണ്ടോ? ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ ഇന്ത്യ എടുക്കുമ്പോൾ, നമ്മൾ മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ ഈ ഒരു വേക്കൻസി 678 വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ അല്ലേ 678 വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ ആ വേക്കൻസി അതിന് പഠിക്കുന്ന ആൾക്കാർ നമ്മൾ ഈ സ്റ്റേറ്റ് എക്സാം എഴുതി കിട്ടൂലേ? 678 വേക്കൻസിക്ക് വേണ്ടി ടോട്ടൽ ഇന്ത്യ മൊത്തം എഴുതുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കേരള PSC എക്സാമിന് നല്ല വേക്കൻസി വരുന്ന എക്സാമാണ് ഈ പറഞ്ഞ DME എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇറ്റ്സ് ഓൺലൈൻ ആണ്. ഇറ്റ്സ് ദ നെഗറ്റീവ് 0.33 ആണ്. മറക്കരുത്. ആൻഡ് ദ GNM ആണെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? ആൻഡ് ദ GNM ആണെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലാത്ത ആൾക്കാർ BSc ആയാലും ആൻഡ് പോസ്റ്റ് BSc ആയാലും ആൻഡ് MSc ആയാലും എന്ത് വേണ്ട? എക്സ്പീരിയൻസ് വേണ്ട. ഇനി ക്വസ്റ്റ്യൻ, ദ സയൻസ് ഗ്രൂപ്പിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം അതാണ്. യെസ് ഓർ നോ മാത്രം. ദ സയൻസ് ഗ്രൂപ്പിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അപ്ലൈ അല്ലേ? അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? ശരിയാണ്. അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇനി ഇൻ ദ GNM ആണെങ്കിൽ അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഒരു കാര്യം കൂടെ വേണം. ഒരു 50 ബെഡ് ഹോസ്പിറ്റലുള്ള ഇത് വേണ്ടേ? എക്സ്പീരിയൻസ് വേണ്ടേ? ഒരു 50 ബെഡ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വേണ്ടേ? 50 ബെഡുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കൂടെ ആർക്ക് വേണം? എന്ത് GNM-കാർക്ക് വേണം. മറക്കരുത്. ഞാൻ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പറഞ്ഞുതരാൻ കാരണം, എന്ത് GNM ഉള്ള ആൾക്കാർക്ക് എന്ത് വേണം? അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 50 ബെഡ് ഹോസ്പിറ്റലുള്ള എക്സ്പീരിയൻസ് കൂടെ വേണം.
ഇത് പോസ്റ്റ് ബി എസ് സിക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ആൻഡ് ബി എസ് സിക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ആൻഡ് എം എസ് സിക്കാർക്കും എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ല. ഇസ് എ ക്ലിയർ? ഇത്രയും ക്ലിയർ ആയാലോ? ഇത്രയും പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചോളാം പറയുന്നത്. ആ യെസ്. എത്ര സാലറി കിട്ടും? എത്ര സാലറി കിട്ടും? എത്ര സാലറി കിട്ടും? സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് എത്രയാ? സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് എത്രയാ? സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് എത്രയാ? സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് എത്ര സാലറി കൈ കിട്ടും? 80,000. 80,000. 80,000 അല്ലേ? 80,000 അല്ലേ? ഈ പറഞ്ഞ ബാക്കി എല്ലാ അലവൻസ് എല്ലാം ചേർത്ത് 80,000 വരും അല്ലേ? 80,000 കിട്ടും സാലറി. 80,000 മാത്രമല്ല, ഇവർ ബാക്കി എല്ലാ ആനുകൂല്യം കിട്ടുമല്ലോ. എന്താ കിട്ടുമല്ലോ ബാക്കി കാര്യങ്ങൾ? ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? റെയിൽവേ ആണ്. ഫാമിലിയോടൊപ്പം ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഫ്രീ ആണ്. ശരിയല്ലേ? ഈ പറഞ്ഞ എന്താ, റെയിൽവേയിൽ ജോലി കിട്ടിയുള്ള ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. ഫാമിലിക്കുള്ള ടിക്കറ്റ് എന്താണ്? അത് ഫ്രീ ആണ്. ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് അതും ഫ്രീ ആണല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതിൽ ഓർമ്മിക്കേണ്ട കാര്യം, ഇറ്റ്സ് കറക്റ്റ് 80% സിലബസ് എന്താ? നഴ്സിംഗ് അല്ലേ? ഒരു കറക്റ്റ് 80% സിലബസ് നഴ്സിംഗും, ബാക്കി 20% എന്താ? ജനറൽ ഇന്റലിജൻസ് ആൻഡ് അരിത്തമെറ്റിക്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് GK എല്ലാം കൂടെ ചേർത്താണ് 20% വരുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ്. ഇതിനു മുമ്പ് എല്ലാവരും ഈ പറഞ്ഞ ഓൺലൈൻ എക്സാം എഴുതിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് എല്ലാവരും ഈ പറഞ്ഞ ഓൺലൈൻ എക്സാം എഴുതിയിട്ടുണ്ടോ? ഓൺലൈൻ എക്സാംസ് എല്ലാം എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പലരും എഴുതിയിട്ടുണ്ട് അല്ലേ? പലരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ എത്ര സമയം കിട്ടും? മാക്സിമം 1 മാസം കിട്ടുമല്ലോ. മാക്സിമം 1 മാസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നവർ നന്നായിട്ടിരുന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിലോട്ട് പോവാം. യെസ് ഓർ നോ? യെസ്. വെയിറ്റ്. ഇപ്പൊ അവസാന ചാൻസ് ഉള്ള ആൾക്കാർ മാക്സിമം ശ്രമിക്കണം ഇതിന് കേട്ടോ. അവസാന ആൾക്കാർ മാക്സിമം വരുന്ന ആൾക്കാരല്ലേ? ശ്രമിക്കുമല്ലോ. സോ ഇപ്പൊ ക്ലാസ്സിലോട്ട് കിടക്കാം. വെയിറ്റ് ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും? എല്ലാവർക്കും ഇപ്പൊ സ്ക്രീനിൽ എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ലെറ്റേഴ്സ് എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ടോ?
എല്ലാ ക്വസ്റ്റ്യനും വായിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞു പറ്റുന്നുണ്ട്. നല്ല മഴയാണ് ഇടയ്ക്ക് കട്ടാവുന്നത് കേട്ടോ. നല്ല മഴയാണ് ഇടയ്ക്ക് കട്ടാവുന്നത്. സൂപ്പർ റെഡി ചെയ്തത്. നല്ല മഴയാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യും.